ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇത് ബ്രെഡിൽ എന്താണ് ഇത് സോസാണ് പുരട്ടിയേക്കണേ, പിസ്സ സോസ് പുരട്ടി. പിന്നെ ഇതിൻ്റെ പേരെന്താ, ചിക്കൻ പാറ്റി അത് പൊരിച്ചെടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ചീസ് വെച്ചു. ഇനി അടുത്തത് ഇതെന്താണ് ഇല, സ്പിനാച്ച് അല്ല, ലെറ്റ്യൂസ് വെച്ചിട്ട് അടുത്തത് ഇതിനകത്തേക്ക് ഇതെന്താ ഇടുന്നത്, സോൾട്ട് പേപ്പറും ഇതും ഉണ്ട്. രണ്ടും ഉണ്ട്. സോൾട്ട് എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ അതിട്ടു. ഇനി അടുത്തത് വരുന്നുണ്ട്, 2 ടൊമാറ്റോ, 2-3 സ്ലൈഡ്സ് ടൊമാറ്റോ വെച്ചു. ഇനി അടുത്തത് ഓണിയോൺ വരുന്നുണ്ട്. അപ്പോൾ 2-3 ഓണിയോൺ വെച്ചു. ഇതിപ്പോൾ വലിയ ഇതുപോലെ വരും, എന്താ വലിയ ഡൺലപ്പും മെത്ത പോലെ. അതിന് എന്നിട്ട് വീണ്ടും സോൾട്ട് ആൻഡ് പെപ്പർ ഇടുന്നുണ്ട്. ഇത് വളരെ കുറച്ച് കേട്ടോ. ഇനി ഇതതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ചാടിപ്പോരും. ചൂടാക്കാൻ വെച്ചിട്ടില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ പുരട്ടുന്നുണ്ട്. പുരട്ടിയില്ല, അങ്ങനെ വെച്ചേക്കുകയാണ്. അതിന് ഇനി കമത്തി വെച്ച്. ഇവരുടെയൊക്കെ ഐഡിയ വേറെ സൈസില്ല. മോനാണ് ഉണ്ടാക്കണേ. നോക്കോ, ഡൺലപ്പ് കത്ത് പോലെ ഇല്ലേ ഇത്. അതാ വീണ്ടും ബട്ടർ അതിൻ്റെ മുകളിൽ വെച്ചു. ആദ്യം വെച്ച ബട്ടർ വെച്ചപ്പോൾ അത് അടിയിലേക്കായി, അത് ഉരുകി അതിലേക്ക് ചേർന്നോളെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് വട്ടം കറക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അത് നീങ്ങി പോകാൻ പോകുന്നു. വേണ്ടാലേ, വെറുതെ കൊളാക്കണ്ട. അപ്പോൾ ഇത് ചൂട് കൊണ്ട് ഉരുകുമ്പോൾ നമുക്കത് ശരിയായിക്കും. അപ്പോൾ നമ്മുടെ ഒരു സാൻഡ്വിച്ച് റെഡിയായി. ഇനി മറിച്ചിടാൻ പോവാം കേട്ടോ. അങ്ങനെ കണ്ട. അപ്പോൾ അത് നീങ്ങി പോയിട്ടില്ല. ശരിക്കും ഇത് ഗ്രില്ല് ചെയ്ത് കൂടായിരുന്നോ? ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അവർക്ക് ഗ്രില്ല് ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെയാണ്. ഗ്രില്ലറിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇവിടെ ഉണ്ട്, ഇതുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ഇതായിരുന്നു എളുപ്പം. പക്ഷെ അവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ എന്താണ് ഇത്, സാൻഡ്വിച്ച് എന്താ പറയുക, സാൻഡ്വിച്ച്. ഞാനോടത്ത് ഇനി ഇവർ വേറെ വല്ല പേരാണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് മോനോട് ചോദിച്ചത്. അപ്പോൾ സാൻഡ്വിച്ച് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് റെഡിയായി.